നമ്മൾ പോയി തകർക്കും. We are on the way to Goa. അപ്പോൾ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആ സമയത്താണ് വന്ദേ ഭാരത് എക്സ്പ്രസ് അതിലൂടെ കടന്നു പോയത് കേട്ടോ. ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് വെക്കുമ്പോൾ നമുക്ക് മറ്റു ട്രെയിനിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു യാത്രാനുഭവമാണ് അതിലുണ്ടാകുന്നത്. ഗോവ ട്രിപ്പ് എങ്ങനെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാമെന്നുള്ള കാര്യം നമ്മൾ ഈ യാത്രയിലൂടെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കറക്റ്റായിട്ട് എവിടേക്കാണ് ബുക്കിംഗ് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ട്രെയിൻ എത്തിയിട്ടോ. നമ്മൾ ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെ, ട്രെയിനിന്റെ പേര് കേരള സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ് ആണ്. തൃശ്ശൂരിൽ നിന്നും 11:10 ടൈം പറഞ്ഞത്, പക്ഷെ 11:15 ഏകദേശം ഒരു കറക്റ്റ് ടൈമിൽ അത് റീച്ച് ഔട്ട് ആയി. ഓക്കെ. അപ്പോൾ നമ്മൾ ട്രെയിനിൽ എല്ലാവരും കയറി യാത്ര ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ തൃശ്ശൂരിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെ നേരെ പോകുന്നത് ഭാരതപ്പുഴയുടെ തീരത്തോടെയാണ്. ആ ഒരു പച്ചപ്പും നീല ആകാശമൊക്കെ കണ്ട് ട്രെയിൻ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ഇതിൽ, കാരണം നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചുള്ള ആദ്യത്തെ യാത്രയാണ്. സോ നമ്മൾ 6 പേരുണ്ട്. 6 പേരും വളരെ തമാശയും കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറ്റ്സ് ഗോയിങ് ഇൻ വെരി ഫൺ. അതാണ് എല്ലാവർക്കും എന്തോ ഒരു സ്വർഗം കിട്ടിയ പോലെയാണ്. തീർച്ചയായും ഞങ്ങൾ പിന്നെ രണ്ടാമത്തെ കാര്യം, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറമേ ഉള്ള പ്രകൃതി റിയലി എല്ലാ പച്ചപ്പും അതെല്ലാം നമുക്ക് ഈ മഴക്കാലം ആയതുകൊണ്ട് അത് ശരിയായ രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റി. ഇപ്പോഴാണല്ലേ ഭാരതപ്പുഴയാണ്, അതായത് കേരളത്തിലെ നിള എന്ന് പറയുന്ന നദിയാണത്. ഇവിടെ കണ്ടോ നല്ല എന്താ പറയുക മണല്, ഭാരതപ്പുഴ മണൽ നിറഞ്ഞു കിടക്കുകയാണ്. വളരെ പ്രത്യേക ഒരു രസമാണ് ആ ഭാരതപ്പുഴയും ആ ഒരു ഇത് മൊത്തത്തിൽ കാണാനായിട്ട് അല്ലേ. അതെ. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് വെള്ളം വാങ്ങിക്കാൻ വേണ്ടി ഒരാൾ വന്ന് തർക്കിക്കുകയാണ്. 20 രൂപ വേണം പറഞ്ഞു ഒരു വെള്ളത്തിന്. നമ്മുടെ കൂടെ ഉള്ളൊരു സുഹൃത്ത് 15 രൂപയാണെന്ന് പറഞ്ഞിട്ട് അതിനെ നമുക്ക് 15 ആക്കി തന്നു. അതെ, ട്രെയിനിൽ എപ്പോഴും ശ്രദ്ധിക്കണം, വെള്ളത്തിന് 20 രൂപയല്ല 15 രൂപയാണ്. നമ്മൾ ഒരുപാട് പറ്റിക്കപ്പെടാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാണുന്ന റെയിൽ ഇതില്ലേ ട്രാക്ക് എന്ന് പറയുന്നത് കൊല്ലങ്കോട് പോകുന്ന, പാലക്കാട് കൊല്ലങ്കോട് പോകുന്ന റെയിൽവേ ട്രാക്കാണ്. അതെ. ഇപ്പൊ നമ്മൾ ഏകദേശം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കയറി തുടങ്ങി. ഷൊർണൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും ഒരു വലിയ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. അതിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. AC റൂംസ്, വെയിറ്റിംഗ് ഏരിയ, പ്ലാറ്റ്ഫോംസ് എല്ലാം ഹൈലി എന്താ പറയുക സ്റ്റാൻഡേർഡ് ആയിട്ട് റെയിൽവേ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കൂടുതൽ വണ്ടികൾ വന്ന് ഡിപ്പാർട്ട് ചെയ്യുന്ന ഒരു സ്ഥലവും കൂടെയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. ഫാന്റാസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ തന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ട സൗത്ത് ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനാണ്. നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൊർണൂർ നിർത്തിയപ്പോൾ നമ്മളൊന്ന് പുറത്തിറങ്ങി ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒന്ന് ഇറങ്ങി. അപ്പോൾ വണ്ടി ഷൊർണൂർ വിട്ട് മെല്ലെ പോവാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്ന എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കൻ കേരളത്തിലേക്കാണ്. അപ്പോൾ അങ്ങോട്ടുള്ള കേരളത്തിൻ്റെ ആ ഒരു പ്രകൃതിയുടെ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്, നമുക്ക് ഇനി കോഴിക്കോട് ആ ഭാഗത്തിലേക്കാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടത്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വീടുകളൊക്കെ ഇല്ല, അതിന്റെ കല്ലുകളൊക്കെ വന്നിട്ട് മണ്ണ് കൊണ്ടാണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ സിമെന്റ് കട്ടയാണെങ്കിൽ അവിടെ ഒരു അങ്ങനത്തെ വെട്ടുകല്ല് അത് നല്ല സ്ട്രോങ് ആണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. തേക്കാത്ത രീതിയിൽ വെച്ചപ്പോൾ അതൊരു ഭംഗിയാണ്. ആൻഡ് ട്രെയിൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറെ നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെളിയിൽ നല്ല എന്താണ് ബ്രിഡ്ജസ്, പുഴകളും അതെല്ലാം. നമ്മുടെ കേരളത്തിൽ മാത്രം ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളേ ഉള്ളൂ. നമ്മൾ ഭയങ്കര റിലാക്സ് ആയിട്ടാണ് പോണത്. അതെ, പുഴകൾ ക്രോസ് ചെയ്യുന്ന റെയിൽവേ പാലങ്ങളും പ്രത്യേക അനുഭവമാണ് കേരളത്തിലൂടെയുള്ള യാത്ര. അതെ. അപ്പോൾ ഈ യാത്രയിലിടയിൽ നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാൻ ടൈമായി. അപ്പം നമ്മൾ ഭക്ഷണം കൊണ്ടുവന്നിരിക്കുകയാണ് പാഴ്സൽ ചെയ്തിട്ട്. അതെ, നമ്മൾ അത് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. രാവിലേക്കും അതുപോലെ ഉച്ചയ്ക്കും അതുപോലെ തന്നെ രാത്രിക്കുള്ള ബിരിയാണി നമ്മുടെ ആർമിക ഫുഡ്സിന് നമ്മൾ പാക്ക് ചെയ്ത് തന്നു. അതിപ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് ഈ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അല്ലെങ്കിൽ നമ്മളിങ്ങനെ പുറത്തുനിന്ന് കൊണ്ടുവന്ന ആഹാരം വളരെ ക്വാളിറ്റിയിലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ട്രെയിനിലെ ആഹാരം മൊത്തം മോശമാണെന്നല്ല നമ്മൾ പറയുന്നത്, പക്ഷെ നമ്മുടെ സേഫ്റ്റിക്ക് എപ്പോഴും നമ്മൾ കൊണ്ടുവരുന്ന ഫുഡായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും. ഇത് എത്ര റേറ്റ് വന്നു? അപ്പോൾ ഇത് ഒരു പ്ലേറ്റിന് അറ്റ്ലീസ്റ്റ് 18 പേർക്ക് കഴിക്കാം. പക്ഷെ ഒരു ഇതിന് 200 രൂപ വെച്ചിട്ട്, അതായത് 2 നേരത്തെ ഫുഡ് 200 റുപ്പീസ്. അതായത് എഗ് ബിരിയാണി വെറും 100 റുപ്പീസിന് ഞങ്ങൾ അത് പാഴ്സൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ തുടങ്ങി. ഇതിനകത്ത് റൈസും അല്ലേ, റൈസ്, മുട്ട പുഴുങ്ങിയത് അല്ലേ, പിന്നെ എന്തൊക്കെയുണ്ട് അതിനകത്ത്? പിന്നെ നമുക്ക് ഒരു സലാഡ് ഉണ്ട്. സെക്കൻഡ് നമുക്ക് ബീട്രൂട്ട് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കറി ഉണ്ട്.
ദെൻ നാരങ്ങ അച്ചാർ, ലെമൺ ഇതുണ്ട്, പിന്നെ ഒരു ഗ്രേവി ഉണ്ട്, ഗ്രേവി ഉണ്ട്, ബിരിയാണിയുടെ ഒപ്പം ഉള്ള ഒരു ഗ്രേവി ഉണ്ട്. അത് വളരെ സൂപ്പർ ഗ്രേവി ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കുകയാണെങ്കിൽ വെറും 100 റുപ്പീസിന് വളരെ നമുക്ക് ആയിട്ട് കിട്ടും. അതെ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് ആസ്വദിച്ച് കഴിക്കുകയാണ്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൂടെയുള്ള ഒരു പ്രമുഖ വ്യക്തിയാണ് നമ്മുടെ വിജയ്. ഇപ്പൊ വിജയ് നല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഒരു ലക്ഷ്യബോധം ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പുള്ളിയോട് അഭിപ്രായം ചോദിക്കാം. വിജയേട്ടാ, എങ്ങനെയുണ്ട് നമ്മുടെ ഗോവ ട്രിപ്പ്? ഹൗ യു ഫീൽ? ഗോവ ട്രിപ്പ് നമ്മൾ എൻജോയ് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് പോണത് നമ്മൾ പോയി തകർക്കും. അവിടെ പോയി ബീച്ചിലും അതെ, സ്വിമ്മിംഗ് പൂളിലും അതെ, എല്ലാവിടെയും പോയി തകർക്കും. തകർക്കാൻ വിജയേട്ടൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോ അതിനുശേഷം നമ്മുടെ ശിവദാസ് സൈഡൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. പുള്ളിയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം. പറയൂ. ഗോവ യാത്രയെ കുറിച്ച് പറയുമ്പോഴേ വല്ലാത്തൊരു ത്രില്ലിങ്ങും അമേസിംഗും ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അത് എന്റെ ലൈഫിലെ ആദ്യത്തെ ഒരു സംഭവമാണ്. അതുകൊണ്ട് ഞാൻ വല്ലാത്തൊരു ത്രില്ലാണ്. അടുത്തത് നമ്മുടെ ജില്ലയിലെ യൂത്ത് ഐക്കൺ ദ ഗ്രേറ്റ് ശ്രീജിത്ത്. ഞാനിത് രണ്ടാമത്തെ തവണയാണ് ഗോവയിലേക്ക് പോണത്. ആദ്യത്തെ തവണ പോയപ്പോ ഏപ്രിൽ മാസമായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. പക്ഷെ ഇത്തവണ നമ്മൾ പൊളിക്കും. ഓക്കെ, വെൽ ഡൺ ശ്രീജിത്ത്. ശ്രീജിത്ത് ഇനി വരുമ്പോൾ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് കണ്ടു കാണാം, നേരിട്ട് കാണാം. അടുത്തത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സെൽവി ചേച്ചിയുടെ ഭർത്താവായ നമ്മുടെ ശിവദാസ് ഏട്ടൻ, തിരുപ്പൂർ ശിവദാസ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ജില്ലയിലെ ഒരു വലിയ മനുഷ്യനാണ്. അപ്പൊ ആളുടെ എങ്ങനെയുണ്ട് യാത്ര എന്ന് ചോദിക്കാം. ലോങ് യാത്ര ഇപ്പൊ ആദ്യമായിട്ടാണ്, ഗോവയ്ക്ക് ആദ്യമായിട്ടാണ് പോണ്. അത് കാരണം കൂട്ടുകാരൊത്ത് പോകുന്ന ഒരു പുതിയ ഫീലിംഗ് ആണ്. നന്നായി ആസ്വദിച്ചിട്ടേ വരുള്ളൂ. ഒരു മിനിറ്റ്, ഒരു ചോദ്യം കൂടെ. ഭാര്യയ്ക്ക് എന്താണ് കൊണ്ടുവരാൻ പോകുന്നത്? ഭാര്യക്ക് അറിയില്ല, അവിടെ പോയി നോക്കട്ടെ. ഒന്ന് മനസ്സിൽ പിടിച്ചത് വാങ്ങിച്ചിട്ട് വരാം. ഓ, മനസ്സിൽ പിടിച്ചത് വാങ്ങിക്കാൻ പുള്ളി ഗോവ വരെ പോവാണ്. ഓക്കെ, ഇനി അടുത്തത്. താങ്കൾ എന്താണ് ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്നത്? ഒരു മിനിറ്റ്, ഞാൻ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിക്കാൻ കൊടുക്കുന്നത് എന്നെ തന്നെയാണ്. അതായത് ഞാൻ ഇല്ലാത്ത ഒരു പ്രസൻസ് ഞാൻ വന്നിട്ടുണ്ടാവുമല്ലോ, അത് തന്നെയാണ് എന്റെ വലിയ ഗിഫ്റ്റ്. നമ്മുടെ വില്ലയിലെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ എഡിറ്റർ പ്രവീൺ ഇന്നലെ ആകെ സങ്കടത്തോടു കൂടി ഭാര്യയെ ഒന്ന് കണ്ടിട്ട് ഞാൻ ഗോവയ്ക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി പോയി, ഇന്ന് രാവിലെയാണ് എത്തിയത്. അപ്പൊ പ്രവീണിന് എന്താണ് ഗോവയെ കുറിച്ചുള്ള അഭിപ്രായം? എന്തു പറയുന്നു? ഗോവ എൻജോയ് ചെയ്യാനോ അതോ? ഗോവ നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഗോവയിൽ ഞങ്ങൾ ആദ്യമായിട്ട് പോണത്. അപ്പോ ഗോവ നമ്മൾ നല്ല വൈബാക്കും. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണൂര് കാസർഗോഡ് വഴി പോവാണ്. പ്രവീൺ, നമ്മളൊരു നദിയെ കുറിച്ച് കണ്ടു, അതിനെ കുറിച്ച് എന്തെങ്കിലും? നമ്മൾ ഈ വടക്കൻ കേരളത്തിലെ, അതായത് മംഗലാപുരം എത്തുന്നതിന് മുമ്പ് കാണുന്ന ഒരു വലിയൊരു നദിയാണത്. കേരളത്തിൽ തന്നെ ഉള്ളതാണ്, പക്ഷെ നദിയുടെ പേര് കറക്റ്റായിട്ട് അറിയില്ല, അല്ലേ? അതെ, അറിയുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യൂ. അതെ, കാണുന്നവരൊന്ന് കമന്റ് ചെയ്താൽ നമുക്കൊരു ഇൻഫർമേഷൻ ആയി. കറക്റ്റ്. അപ്പൊ ഈ നമ്മളിനി പോകുന്ന മംഗലാപുരത്തേക്കാണ്, അല്ലേ? അതെ, കർണാടക അതിർത്തിയിലേക്ക് കയറുകയാണ്, അല്ലേ? ഇപ്പൊ മംഗലാപുരം ഉണ്ട്. മംഗലാപുരമാണ് ഏറ്റവും വലിയ സ്റ്റേഷൻ. അത് കഴിഞ്ഞാൽ വരുന്നത് ഉടുപ്പി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർത്തേണ്ടത് നമ്മുടെ സ്റ്റേഷനാണ്. പക്ഷെ ഇതെല്ലാം പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്ന കാഴ്ചകളും ചിലവിടെയൊക്കെ ലേറ്റായി പിടിച്ചിടുന്നുണ്ട്. വണ്ടി ഒരുപാട് നേരം പിടിച്ചിടുന്നുണ്ട്. പിന്നെ ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗോവൻ ട്രിപ്പിൽ ഞങ്ങൾക്ക് പറ്റിയ വലിയ ഒരുപാട് അബദ്ധങ്ങളും ഞങ്ങളെ ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കഥകളിലേക്ക് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നിങ്ങൾ ഗോവയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലേ? അതെ, അതാണ് നമ്മൾ ഏറ്റവും ഈ വീഡിയോയുടെ ഉദ്ദേശം തന്നെ, മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി അവരുടെ യാത്ര സുഗമമാക്കാൻ. നമ്മൾ കഷ്ടപ്പെട്ട പോലെ അവർ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഗോവയിൽ നമ്മൾ ചതിക്കപ്പെടാതെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു വീഡിയോയിൽ വരാൻ പോകുന്നത്. ഓക്കെ.